ബില്ല് വന്നില്ലല്ലോ. ശരിയാണല്ലോ, സാധനം ഹോട്ടലൊക്കെ നേരത്തെ തരത്തില്ലേ? വലിയ ബില്ല. ഇതില് CGST SGST ഒക്കെ ഉണ്ട്. ആണോ? എടാ, ഇവര് റെഗുലർ ടാക്സ് പെയർ ആണെങ്കിൽ മാത്രം നമ്മൾ GST അടച്ചാൽ മതി. ഞാൻ ഒന്ന് നമ്മുടെ GSTയുടെ സൈറ്റിൽ നോക്കട്ടെ. നീ ആ നമ്പർ എടാ, ഇവര് കോമ്പോസിഷൻ ടാക്സ് സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓ, അപ്പൊ നമ്മൾ ടാക്സ് അടയ്ക്കണ്ട അല്ലേ? വേണ്ട മാഡം, ക്യാഷ് ക്യാഷ് ക്യാഷ്. നിങ്ങൾ കോമ്പൻസേഷൻ ടാക്സ് സ്കീമിൽ രജിസ്റ്റേർഡ് ആണോ? രജിസ്റ്റർ നിങ്ങൾ രജിസ്റ്റേർഡ് ആണോന്ന്? രജിസ്റ്റർ രജിസ്റ്റർ നെയ് മാഡം. ഒളിച്ചോട്ടം. എടോ, അതല്ല, താൻ കോമ്പോസിഷൻ ടാക്സ് സ്കീമിൽ രജിസ്റ്റേർഡ് ആണോ എന്ന്. ചപ്പാത്തി, ചില്ലി, ബീഫ്, മട്ടൻ, ആലു കറി. താൻ ഇതിന്റെ ഓണറിനെ ഒന്ന് വിളിച്ചോണ്ട് വരുമോ? ഓണർ സബ് മേന എൻ്റെ സ്വന്തം ഹോട്ടൽ. നമ്മൾ കോമ്പൻസേഷൻ ടാക്സ് സ്കീമിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഞങ്ങൾ GST അടയ്ക്കണ്ട. നിങ്ങൾ റെഗുലർ ടാക്സ് പെയർ ആണെങ്കിൽ മാത്രം ഞങ്ങൾ GST അടച്ചാൽ മതി. അതുകൊണ്ട് അത് കുറച്ചിട്ടുള്ള എമൗണ്ടേ ഞങ്ങൾ പേ ചെയ്യുള്ളൂ. ഉള്ള കാശ് താ മാഡം, ഉള്ള കാശ് താ. ബാലൻസ് ക്യാഷ്. ബാലൻസ് ക്യാഷ്. എടി, എന്നാ നീ ബില്ലടിക്കും. എടി, എൻ്റെ പൈസ ഇല്ല. പൈസ ഇല്ല. നീ പിന്നെ എന്തോ പറഞ്ഞിട്ട് കഴിക്കാൻ വന്നാ? മാഡം, ജ്യൂസ്, ഫ്രഷ് വാട്ടർ, കൂൾ വാട്ടർ, ജ്യൂസ്. പറയാം ചേട്ടാ. ഞാനൊരു കാര്യം ചെയ്യാം, ATM പൈസ എടുത്തിട്ട് വരാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് അഭി ആയേഗ. ഓക്കെ മാഡം, ഓക്കെ. അതേടാ, നിങ്ങൾ ഒളിച്ചോടി പറഞ്ഞില്ലേ, ആ കഥ ഒന്ന് പറയോ? ഒളിച്ചോട്ടം. ഞങ്ങൾ പണ്ട് ഒളിച്ചോടി അവിടെ വന്ന് സ്കൂളിൽ പഠിക്കാൻ പോയപ്പോ പഠിച്ചതാ. അത് പിന്നെ